ഹലോ ഫ്രണ്ട്സ്, അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സുപരിചിതമാണ് അവിയലിനെ കുറിച്ച് അറിയില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്നാലും ഓരോ സ്ഥലങ്ങളിലും പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഓരോ കറികളും ആഹാരവും എല്ലാം എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്നവരാണ് എല്ലാ പാരൻസ്. അതുകൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ അവിയൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പടവലങ്ങ, കത്രിക്ക, സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അവിയലിലിടുന്ന കായ എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ ചേമ്പ്, ചേന, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഈ 4 ഐറ്റവും ഇതിലേക്ക് എടുക്കരുത്. കാരണം അത് വേവ് കൂടുതലാണ്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ നമ്മളിന്ന് നോക്കുന്നത്. അതുകൊണ്ട് ആ ഐറ്റംസൊക്കെ ഒഴിവാക്കണം. പിന്നെ അരപ്പിന് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നും കൂടി ചേർക്കാം. ഞാൻ ഒന്നേ ചേർക്കുന്നുള്ളൂ. ഇനി 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് അരപ്പിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോകാതെ ചെറുതായിട്ട് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് അവിയൽ ചെയ്യാറുള്ളത്. ഇത് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും. കാരണം അത്രയും പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ അരപ്പെല്ലാം കൂടി വെജിറ്റബിൾസിലേക്ക് ഒന്ന് ചേർത്തെടുക്കണം. അരപ്പ് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കണം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസിലെല്ലാം ഈ അരപ്പ് നന്നായിട്ട് ചേർന്ന് വരത്തക്ക രീതിയിൽ ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എല്ലാം അരപ്പ് നന്നായിട്ട് പിടിച്ച് വരില്ല. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാൻ. ഈ സമയത്ത് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബാക്കി നോക്കാം. ഇനി ഏത് ചട്ടിയിലാണോ വേവിക്കേണ്ടത് അതിലേക്കൊന്ന് മാറ്റാം. ഞാൻ ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. വെള്ളം കൂടി ചേർത്ത ശേഷം ഇനി ഫ്ലെയിം ഓൺ ആക്കാം. അതിനുശേഷം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കുമ്പോഴത്തേന് നന്നായിട്ട് അടിയിൽ നിന്ന് വെള്ളം തിളച്ച് വരാൻ തുടങ്ങും. ഇതുപോലെ വെള്ളം തിളച്ച് വരുമ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഇനി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്ക് വെള്ളം വറ്റി കഴിഞ്ഞോന്നൊന്ന് മൂടി മാറ്റി നോക്കണം. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടി മൂടി മാറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ അവിയൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഒരു ശകലം കൂടി വെള്ളം വറ്റാനുണ്ട്. അതിനി ഹൈ ഫ്ലെയിമിലല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ എങ്ങനെ ആയാലും കുഴപ്പമില്ല. ആ വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും സ്കൂളൊക്കെ തുറക്കുമ്പോൾ എല്ലാ പാരൻസിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് അവിയലിൻ്റെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ സാധാ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതേ ടേസ്റ്റ് തന്നെയാണ്. വേറെ വലിയ വ്യത്യാസമൊന്നും വരില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ ഇത്രയും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഓക്കെ, ബൈ.